കർത്താവിൽ പ്രിയരെ, ഓരോ ദിവസം കഴിയുന്തോറും പരിശുദ്ധാത്മാവിലും വചനത്തിലും നിറഞ്ഞ് നിങ്ങൾ ബലപ്പെടുന്ന സത്യം നിങ്ങൾ അറിയുന്നുണ്ടോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. വിശ്വാസം എങ്ങനെ ഉണ്ടാകും? കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമർ 10:17 പറയും. ഓരോ ദിവസവും ജീസസ് എവരിഡേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യം സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പല നാടുകളിലിരുന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ എവിടെ എഴുന്നേറ്റാലും ഏത് നാട്ടിലായാലും ഞങ്ങളിത് കണ്ടിട്ടേ അടുത്ത കാര്യങ്ങളുള്ളൂ. അതെ, ആയിരങ്ങൾക്ക് ഇതൊരു പ്രതീക്ഷയാണ്, ആയിരങ്ങൾക്ക് ഇതൊരു വിടുതലാണ്, ആയിരങ്ങൾക്ക് ഇതൊരു ബ്ലെസ്സിങ് ആണ്. ഒരുമിച്ച് കർത്താവിനെ ഉയർത്തണം. കർത്താവിൻ്റെ വചനത്തെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തണം. യേശുവിൻ്റെ ക്രൂശാണ് നമ്മുടെ അനുഗ്രഹം. യേശുവിൻ്റെ ക്രൂശ് മരണമാണ് നമ്മുടെ വിജയം. കർത്താവിൻ്റെ അമിത ബലമെന്ന് പറയുന്നത് വചനമാണ്. ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിനെന്ന് എഫേസ്യ ലേഖനം 6:10 പറയുന്നത് ഏറ്റവും വലിയ ബലം വചനമാണ്. സാത്താൻ യേശുവിനെ മറിക്കാൻ പറഞ്ഞു, ഈ കല്ല് അപ്പമായി തീരാൻ പറയാം. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഞാൻ ദൈവപുത്രൻ ജീവിക്കുന്നു എന്നല്ല പറഞ്ഞത്, മനുഷ്യന് ജീവിക്കാൻ. ദൈവം ജീവിക്കുക എന്ന് പറയുന്നത് വിശപ്പ് മാറ്റുക എന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ വചനം വേണം, അതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിജീവിക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞ ഒരു അതിജീവനമാണ്. തിരമാലകളെ അതിജീവിക്കണം, സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ അതിജീവിക്കണം, മുൻപിലുള്ള ചെങ്കടലിനെ അതിജീവിക്കണം, മുന്നിൽ വന്ന് കൊയ്ത്തുകാലത്ത് കവിഞ്ഞൊഴുകുന്ന യോർദാനെ അതിജീവിക്കണം, മുൻപിലുള്ള എരിഹോ കോട്ടയെ അതിജീവിക്കണം, രോഗങ്ങളെ അതിജീവിക്കണം, കുടുംബ പ്രശ്നങ്ങളെ അതിജീവിക്കണം എന്ന് വേണ്ട. ഇന്ന് ഭൂമിയിൽ എന്തിനെയെല്ലാം അതിജീവിക്കണമോ അതിനൊറ്റ മാർഗമേ ഉള്ളൂ, വചനം. ദൈവവചനം നമുക്ക് ശക്തിയാണ്. ദൈവവചനം നമ്മളെ ശക്തരാക്കും. ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബം ഒരിക്കലും വിവാഹമോചനത്തിലോട്ട് പോകില്ല, കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ട്. അല്ലാത്തവരാണ് വിവാഹമോചനത്തിലോട്ട് പോകുന്നത്. എന്താ? ശക്തിയില്ല. ഒരിക്കലും ഒരു കുടുംബം പിരിയാനായിട്ട് കോടതിയിൽ ചെന്നു. കോടതി പറഞ്ഞു, നിങ്ങൾക്ക് 3 പിള്ളേരില്ലേ, ഇത് എങ്ങനെ പിരിയും? ഒരാൾക്ക് 2, ഒരാൾക്ക് 1 അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിക്കാൻ പറഞ്ഞു. ആലോചിച്ചിട്ട് അവർ പറഞ്ഞു, അടുത്ത കൊല്ലം വരാം, ഒരു കുഞ്ഞും കൂടി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പിരിക്കാമല്ലോ. 3+1 2+1 അല്ലല്ലോ, 2+2 2 പേർക്ക് 2 പോവാം. പിറ്റേ വർഷം എന്ത് സംഭവിച്ചു? ജനിച്ച കുട്ടികൾ ഇരട്ടയായിപ്പോയി. അപ്പോഴും എന്ത് പറ്റി? അപ്പോഴും അവർക്ക് പിരിയാൻ പറ്റിയില്ല. അപ്പം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർക്ക് വേർപിരിക്കാൻ കഴിയില്ല. 4 കുട്ടികളായി കഴിഞ്ഞാൽ പിരിയാന്ന് വിചാരിച്ചു, അത് 5 പിന്നെയും പിരിയാൻ നോക്കിയാൽ പിന്നെ അത് 7 പോവും. ദൈവം അനുവദിക്കാതെ ഒരു കുടുംബജീവിതം പോലും പിരിയുകയില്ല. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബവും ദൈവം തന്ന കുടുംബത്തെ സ്നേഹിക്കും. ദൈവം തന്ന കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടും. ദൈവം തന്ന സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടും. യോ, എന്തൊരു ചൂട്, ഭയങ്കര ചൂടാണ്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആര് പറഞ്ഞു? ഈ ചൂട് ദൈവം അനുവദിച്ചാണ്. സ്വത്രം, ഇതിനെ അതിജീവിക്കാൻ പറ്റും. ഈ പ്രശ്നത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. കർത്താവ് അതിനുള്ള കൃപ തന്നിട്ടുണ്ട്. പണ്ടൊരു പിശുക്കനോട് ചോദിച്ചു, ചൂടെടുത്താൽ എന്ത് ചെയ്യും? ഭയങ്കര ചൂടായ അദ്ദേഹം പറയും, ഞാൻ AC അടുത്ത് പോയിരിക്കും. പിന്നെയും ചൂട് കൂടിയാലോ? അദ്ദേഹം പറയും, ഞാൻ AC ഓണാക്കുമെന്ന്. എന്താണ്? പിശുക്കനെ AC ഓണാക്കാതിരിക്കാൻ അറിയാം. വേണമെന്ന് വെച്ചാൽ
ഇതെല്ലാം ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയുമെന്നല്ലേ പിശുക്കൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇതേ ചൂടായിരുന്നു. ഏപ്രിൽ മാസത്തിലാണ് ഞാനിത് പറയുന്നതെന്നറിയാം. ഞങ്ങളൊക്കെ വെറും തറയിൽ കിടക്കുമായിരുന്നു, തലേണി പോലും ഇല്ലാതെ, അതുപോലെ വേർത്ത് കുളിച്ച്. ഫാനില്ല. ഞങ്ങളുടെ ഒക്കെ ഗ്രാമത്തിലെ കുളത്തിൽ, അന്ന് കുളത്തിൽ പോയിട്ട് തോർത്ത് കുളത്തിൽ മുക്കിയിട്ട് പിഴിയാതെ ദേഹത്തിടും. അതുപോലെ, ഇന്നത്തെ ചൂട് പോലെ തന്നെ അന്നും ചൂടുണ്ട്. പണ്ട് മരങ്ങളുണ്ടെങ്കിലും ചൂടൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യമാണ്. ഫാൻ, AC, സൗകര്യങ്ങളുള്ള ഭവനങ്ങൾ, ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല സംവിധാനങ്ങൾ, ഇതിനെ അതിജീവിക്കാൻ. എന്നാൽ ഒന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ പിതാക്കന്മാർ, പാവങ്ങൾ, അവർക്ക് ഒന്നും അറിയില്ല. അവരിതിനെയെല്ലാം അതിജീവിച്ചു. അതിജീവിക്കാൻ കഴിയും. ഒന്നുമില്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്തിനെ അതിജീവിക്കാൻ കഴിയും? വചനം കൊണ്ടാണ് സാഹചര്യങ്ങളെ മുഴുവനും അതിജീവിക്കാൻ നമുക്ക് കഴിയും. കടം നമ്മൾ അതിജീവിക്കും. കടക്കണിയിൽ വന്ന ചാകോ? ഇല്ല. മരണചിന്ത വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ വചനമില്ല. മരിച്ച നരകത്തിയിലോട്ടല്ലേ പോണത്. ആ വ്യക്തിയിൽ എന്തില്ല? വചനമില്ല. വചനത്തിൽ ജീവിക്കുക. അതിനാണ് ജീസസ് എവരി ഡേ. യേശു ആകുന്ന വചനം എല്ലാ ദിവസവും നമുക്ക് കിട്ടുമ്പോൾ ആ വചനത്തിൻ്റെ ബലത്തിൽ നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങളെയും ജയിക്കാൻ കഴിയും. നമ്മുടെ നല്ലവനായ യേശു നമുക്ക് തന്ന ഈ വലിയ കൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് പാടി യേശുവിനെ ആരാധിക്കാം. Just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you. Thank you.
just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. 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 With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. ഈ ആഴ്ചയുടെ സമാപന ദിവസത്തിലേക്ക് വന്നല്ലോ. വചനത്താലും ആത്മാവിനാലും ബലപ്പെട്ട് നമുക്ക് ഓരോ ദിവസവും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വായിക്കുമ്പോൾ, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നിനക്ക് ദൈവം തൻ്റെ നല്ല ഭണ്ഡാരം തുറക്കും. നിന്റെ ദേശത്ത് നിനക്ക് മഴയുണ്ടാകണം, നിന്റെ കൃഷി അനുഗ്രഹിക്കപ്പെടണം, നിന്റെ നന്മ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവം തൻ്റേതെല്ലാം നിനക്ക് തരുമെന്ന്. ദൈവത്തിൻ്റേതെല്ലാം നമുക്ക് തരുന്നൊരു ദൈവം. അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആകാശം തുറക്കുന്നു. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം തുറക്കുന്നു, ആകാശത്തിലെ കിളിവാതിൽ തുറക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ദൈവം നന്മകളെ തുറക്കുന്ന ദൈവമാണ്. തൻ്റേതെല്ലാം എടുത്ത് തൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ തരുന്ന ദൈവമാണ്. ഈ ഒരു സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കണം. ദൈവം നിങ്ങളുടെ ഒരു കുടുംബത്തിനു വേണ്ടി ആകാശം തുറക്കും, നന്മകൾ തുറക്കും. ദൈവം നിങ്ങളെ കരുതും. നിങ്ങൾക്ക് വേണ്ടി വരുന്ന കാക്ക വന്നിരിക്കും. നിങ്ങൾക്ക് വേണ്ടി വരുന്ന നന്മ മുടങ്ങില്ല. കൊല്ലത്ത് ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ കൊണ്ടുപോയ ഒരു വ്യക്തി ഒരു വീട് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ പാർക്കുന്ന വ്യക്തി ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഇന്ന് ഈ കാണുന്ന ഈ നല്ല വീട് അന്ന് അവർക്ക് ഇല്ലായിരുന്നു. അവർക്ക് ദാരിദ്ര്യം. ആ സമയത്താണ് അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. ഈ കാരണത്താൽ അവരെ ഊരുവിലക്ക് കൽപ്പിച്ചു. കടലിൽ പണിക്ക് കൊണ്ടുപോകത്തില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം ഇതിനെതിരാണ്, ഈ പ്രാർത്ഥനയോട്. വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ ഈ വീട്ടിൽ കൊച്ചുനാൾ മുതൽ അവർ കഴിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങളും അവരും മീനാണ്. ഇവർക്ക് മീനില്ലാതെ ഭക്ഷണം ഇറങ്ങത്തില്ല. അത് തീരദേശക്കാർക്ക്, മീൻപിടുത്തക്കാരോട് പറഞ്ഞാലേ മനസ്സിലാവും. അവർക്ക് നല്ല പച്ച മീൻ വേണം. ഐസ് മീൻ അവർ കഴിക്കില്ല. കടലിൽ നിന്ന് കൊണ്ടുവരുവാൻ അവർക്ക് അവരുടെ കയ്യിലൊരു കിറ്റുണ്ടാവും.
ഇവരുടെ ഒന്നുമില്ല, ഊരുവിലക്ക്. എന്നാൽ എന്ത് സംഭവിച്ചു? അവരിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഒരു പരന്ത്, മുകളിൽ പറക്കുന്ന പരന്ത്, ഒരു നല്ല വലിയ മീൻ കൊണ്ടുവന്ന് അവരുടെ പറമ്പിലിട്ടു. അവരതെടുത്ത് കൊണ്ടുപോയി കറി വെച്ചു. പിറ്റേ ദിവസം അതേ സമയത്ത് ആ പരന്ത് അതെണ്ണം കൊണ്ടുവന്നിട്ടു. പിന്നെ വന്ന് അയൽവാസികളും 10 മണിയാവുമ്പോൾ അവരുടെ വേലിക്ക് ചുറ്റും കൂടാൻ ആള് കൂടി വന്നു. നാളുകൾ അത് തുടർന്നു. ആ വീട് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ. അതായത് നമുക്ക് മീനില്ലാതെ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ മീൻ തരാം. മീനില്ലാതെ ഭക്ഷണം ഇറങ്ങാനുള്ള കൃപയല്ല ദൈവം കൊടുത്തത്, മീൻ തന്നെയാ കൊടുത്തത്. അതാണ് ദൈവം. സിംഹത്തോട് പറയണടാ, കാട്ടിൽ ഇപ്പൊ മാനൊക്കെ കുറവാണ്, നീ പുല്ല് തിന്നു എന്ന് പറയുന്ന ദൈവമല്ല, കാട്ടിൽ മാനെ ഉണ്ടാക്കി കൊടുക്കും ദൈവം. അതുകൊണ്ട് ആ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അവർക്ക് തീനെത്തിച്ചു കൊടുക്കുന്നത് ദൈവമാണെന്ന് ബൈബിളിൽ പറയുന്നു. തീനെത്തിച്ചു കൊടുക്കുകയാണ്. കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ദൈവമാണ്. ബാലസിംഹങ്ങൾക്ക് തീൻ കൊടുക്കുന്നത്, ബാലസിംഹങ്ങൾക്ക് പുല്ലല്ല കൊടുക്കുന്നത്, ദൈവം അവർക്ക് കൊടുക്കേണ്ടത് തന്നെ കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് തരേണ്ടത് മാറ്റി പിടിപ്പിക്കുന്ന ദൈവമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം ദൈവം നിവർത്തിച്ചു തരും. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറേ ആവശ്യങ്ങളും നമുക്ക് കുറേ അത്യാവശ്യങ്ങളും നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആവശ്യം വേറെ, അത്യാവശ്യങ്ങൾ വേറെ, ആഗ്രഹങ്ങൾ വേറെ. ആവശ്യം നിറവേറും, അത്യാവശ്യവും നിറവേറും. എന്നാൽ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിൽ എത്തുകയില്ല എന്ന് പറയുന്ന കുറേ കാര്യമില്ലേ, അതും ദൈവം തരും. ആകാശം തുറക്കും, നമ്മുടെ ഭൂമി നനയും, നമ്മുടെ ഭൂമിയിൽ സമൃദ്ധി വിളയും. ഏത് ഭൂമി ഒന്നുമില്ലാതെ കിടന്നു, ഏത് ഭൂമി നന്മ കണ്ടില്ല, ഏത് വീട് നന്മ കണ്ടില്ല, ആ വീടിൻ്റെ മുകളിൽ ആകാശം തുറക്കും, ആ വീടിൻ്റെ മുകളിൽ സ്വർഗം തുറക്കും. നിന്റെ വീടിൻ്റെ മുകളിൽ ദൈവം അത് തുറക്കും. നിന്റെ നന്മയിൽ അത് വന്ന് വീഴും. ആ നന്മ പരന്ത് മീനെ കൊണ്ടുവന്ന് പറമ്പിലിട്ടതുപോലെ നീ എവിടെ പാർക്കുന്നുവോ. ഇസ്രായേൽ മക്കൾ അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. അവർ പിറുപിറുക്കാൻ പാടില്ലായിരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇറച്ചി വേണം. സ്വോത്രം, ഇറച്ചിക്കായി സ്വോത്രം. ചെങ്കടൽ കടന്ന് പിളർത്തി ഞങ്ങൾക്ക് മന്ന തന്ന ദൈവമേ, പാറയിൽ നിന്ന് വെള്ളം തന്ന ദൈവമേ, മാറ മധുരമാക്കിയ കർത്താവേ, ഞങ്ങൾക്ക് ഇറച്ചി തരണം, യേശുവേ നന്ദി എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. ദൈവം കാടപ്പക്ഷിയെ കടലിൽ നിന്ന് കൊണ്ടുവന്നു. കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ പിടിക്കാവുന്ന പരുവത്തിൽ പറന്ന് നിൽക്കുമാറാക്കി. എന്നിട്ട് ഓരോ കാടപ്പക്ഷിയും വന്നുകൊണ്ട് പറയാണ്, ചേച്ചി എന്നെ പിടിച്ചോ, അച്ചായ എന്നെ പിടിച്ചോ, ദേ കർത്താവ് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അവർ പറന്ന് നിൽക്കുകയാണ്. പിടിക്കാവുന്ന ഒരു കാടപ്പക്ഷിയെ പിടിക്കാൻ പറ്റില്ല, വേഗത്തിൽ പറക്കുന്ന പാർട്ടികളാ. അവർ പറയണ എന്നെ പിടിച്ചോ, ദൈവം പറഞ്ഞിട്ട് വന്നതാ. കയ്യെത്തി പിടിക്കാവുന്ന പരുവത്തിൽ അവർ ഇറങ്ങി വന്നു. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ അവർ ആ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരെ കൊന്നുകളഞ്ഞു എന്നുണ്ട്. കാരണം എന്താ? പിറുപിറുത്തു എന്നൊരൊറ്റ കാരണമുണ്ട്. തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ശിക്ഷിക്കുക എന്നുള്ളതും ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇവർക്ക് രണ്ടും വേണമായിരുന്നു. എന്നാൽ നമുക്ക് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല. ജീവനുള്ളതൊക്കെ ഭക്ഷിച്ച് ആരാധിക്കുമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം ആസ്വദിക്കണം. നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ വരണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചതിലുപരി തരാൻ, ചോദിച്ചതിലും നനച്ചതിലും അധികം തരാൻ സ്വർഗം തുറക്കുന്ന കർത്താവ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തത്, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാൻ നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കപ്പെടാം. നിന്റെ വേല മുഴുവനും അനുഗ്രഹിക്കപ്പെടണം. വേലയെല്ലാം അനുഗ്രഹിക്കപ്പെടണം. ചെയ്യുന്നതിലെല്ലാം ഒരു ബ്ലെസ്സിങ് ഉണ്ടാകണം, ഒരു നനവുണ്ടാകണം,
ഒരു നിറവുണ്ടാകണം, ഒരു വളർച്ചയുണ്ടാകണം. എന്ത് ചെയ്താൽ, എന്ത് പഠിക്കാൻ പോയാലും ഒരു സമൃദ്ധി ഉണ്ടാകണം, എന്ത് വേല ചെയ്താലും അതിനകത്തൊരു ഉയർച്ചയുണ്ടാകണം. യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇംഗ്ലീഷിൽ രാജ്യങ്ങൾക്ക് കൊടുക്കുമെന്ന്. അനേക ജനങ്ങൾക്ക്, അനേക സമൂഹത്തിന്, ഒരാൾക്കല്ല, രണ്ടുപേർക്കല്ല, അനേക ആയിരങ്ങൾക്ക് വായ്പ കൊടുക്കും. നീ വായ്പ വാങ്ങില്ല, അതുപോലെ നിന്റെ ഭണ്ഡാരം നിറയും, നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകും. ബൈബിൾ പറയുന്നു, നീ ക്രിസ്തുവേശുവിൻ്റെ പൈതലായതുകൊണ്ട് ഇത് നിന്റെയും എൻ്റെയും അവകാശമാണ്. ഈ പുതിയ മാസം ഈ വിഷയം സംസാരിച്ചത് കൊണ്ട് ഏപ്രിൽ മാസം ഇത് കണ്ടിരിക്കുമെന്ന് എനിക്ക് ആത്മാവിൽ ഒരു ഉറപ്പും കിട്ടി. അല്ലെങ്കിൽ ഈ ഭാഗം പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ മാസം വലിയ വലിയ തുറക്കലിൻ്റെ മാസമായിരിക്കും. സ്വർഗം തുറക്കുന്ന മാസം, ആകാശം തുറക്കുന്ന മാസം, അനേകർക്ക് കൊടുക്കത്തക്ക രീതിയിൽ നിന്റെ കൈ നിറക്കുന്ന മാസം. ഞാൻ ഈ മാസത്തെ അങ്ങനെ വിളിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. വലിയ ദൈവപ്രവർത്തികൾ കാണും. നീ അനേകർക്ക് വായ്പ കൊടുക്കും. അപ്പോസ്തലപ്രവൃത്തി 20:35 പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കർത്താവ് പഠിപ്പിച്ചത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. കൊടുക്കാനുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാനുണ്ട്. അതെവിടെ ഉണ്ട്? ബൈബിളിൽ മൽക്കീസദേക്കിൻ്റെ ചരിത്രം. അബ്രഹാം ശത്രുക്കളെ തോൽപ്പിച്ച് ലോത്തിനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ മൽക്കീസദേക്ക് രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് വന്നപ്പോൾ അവിടെ സംഭവിച്ചതാണ്. അവിടെ സോദോം രാജാവ്, അവരെല്ലാം തോറ്റ രാജാക്കന്മാരുടെ കൂട്ടത്തിലുള്ളതാണ് ആ രാജാവ് വന്നിട്ട് പറഞ്ഞു, സമ്പത്തെല്ലാം നീ എടുത്തോ, കൊള്ള മുതലെല്ലാം ഞങ്ങളെല്ലാം അവർ കൊണ്ടുപോയതാണ്, സാരമില്ല, നീ ഞങ്ങളെ ജീവനെ രക്ഷിച്ചില്ലേ, അതെല്ലാം നീ എടുത്തോ, ആൾക്കാരെ തന്നാൽ മതി. അബ്രഹാം പറഞ്ഞു, നീ എന്നെ വലിയവനാക്കിയെന്ന് നാളെ പറയാതിരിക്കാൻ ചെരുപ്പിൻ്റെ ഒരു വള്ളി പോലും എനിക്ക് ആരുടെയും വേണ്ട എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ആ അബ്രഹാം അവിടെ വെച്ച് തന്നെ മൽക്കീസദേക്ക് എന്ന ശാലേം രാജാവിന് തനിക്കുള്ളതിലെല്ലാറ്റിലും ദശാംശം കൊടുക്കുന്നു. വാങ്ങിയില്ലെങ്കിൽ ആരോടും, എന്നാൽ കൊടുക്കുകയാണ്. ഉണ്ട് കൊടുക്കാൻ. അതിൻ്റെ പേരാണ് അനുഗ്രഹം. ആരോടും വാങ്ങുന്നില്ല, പകരം അങ്ങോട്ട് ദൈവരാജ്യത്തിൽ കൊടുക്കുകയാണ്. വാങ്ങുന്നതിനേക്കാൾ. കാരണം വാങ്ങേണ്ട ആവശ്യമില്ല, എന്നാൽ കൊടുക്കാനുണ്ട്. അത് ദൈവം ചെയ്യുന്ന അനുഗ്രഹമാണ്. അങ്ങനെ നിങ്ങൾക്ക് ദൈവം സമൃദ്ധി തരുമ്പോൾ വിമർശകർ എഴുന്നേറ്റ് വരും. കണ്ടില്ലേ, കാശ് പൂത്ത പണത്തിൽ ജീവിക്കുന്നവർ, അതേ ദൈവം നന്നാണെന്ന് പറയണം. അവൻ്റെ വീട് കണ്ടോ, അവൻ്റെ വണ്ടി കണ്ടോ, അവൻ്റെ പിള്ളേരുടെ ജോലി, അവർക്കൊക്കെ അഹങ്കാരം, എല്ലാം അസൂയയിൽ നിന്ന് പറയും. അവിടെ ഒന്നും മൗനമായിരുന്നാൽ മാത്രം മതി. നമുക്കുള്ള നന്മകൾ ദൈവം തരുന്നതെല്ലാം അനുഭവിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം. അബ്രഹാമാണ് ദശാംശം തുടങ്ങിയത്. ദൈവം തന്ന നന്മയിൽ 10 കൊടുക്കാൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത് ദൈവമാണ്. പിന്നത്തേതിൽ അത് ദൈവസഭയുടെയും ഒരു ചിട്ടയായി മാറി. അബ്രഹാമിൻ്റെ മക്കൾ അബ്രഹാമിനെ പോലെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെടും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കണം. അപ്പോൾ അത്രയും ഉണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങളത് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ വീടുകൾ സമൃദ്ധി കൊണ്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങൾ കാണും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. കൊടുക്കാനുണ്ടാകും. അതുപോലെ ദൈവം നിങ്ങളുടെയും എൻ്റെയും കൈകളെ നിറക്കുവാൻ ദൈവം എവിടെ നിന്നെങ്കിലൊക്കെ വാതിൽ തുറക്കും. ഏതെങ്കിലും ഒരു ഉറവ ദൈവം തുറക്കും.
എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് ഏത് സാഹചര്യത്തെ മാറ്റാൻ കഴിയും. നീ പാർക്കുന്ന എത്ര മരുഭൂമിയാണെങ്കിലും അത് പനിനീർ പുഷ്പം പോലെ പൂക്കുമാറാം. വരണ്ട ദേശം അങ്ങനെയാകും. ഉദ്യാനത്തെ ദൈവം വനമാക്കി മാറ്റും, അതുപോലെ വളർത്തുമെന്ന്. ഒരു ചെറിയ വിത്തിനകത്ത് വലിയ ഫോറസ്റ്റ് വെച്ചിരിക്കുന്ന കർത്താവ് ഒരു ചക്കക്കുരു, ആ ചക്കക്കുരുവിൽ നിന്ന് എത്ര ചക്കയെ, ആ ചക്കക്കകത്ത് എത്രയായിരം ചക്കക്കുരു, ആ ചക്കക്കുരു വീണ്ടും കുഴിച്ചിട്ടാൽ എത്ര ആയിരം പ്ലാവുകൾ. അങ്ങനെ ഒരൊറ്റ ചക്കക്കുരുവിനെ ഒരു ഫോറസ്റ്റാക്കി മാറ്റാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയ കർത്താവിന് ഒരൊറ്റ വിടുതൽ മതി നീ ആർത്ത് വളരാൻ. അതുപോലെയുള്ള വഴികളും വാതിലും ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, സമൃദ്ധിയുടെ ഈ വചനങ്ങൾ, ഐശ്വര്യത്തിൻ്റെ വചനങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദി. ഈ ഭൂമിയിൽ അങ്ങ് ദരിദ്രനായി വന്നത് അങ്ങയുടെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ സമ്പന്നരാകാനാണ്. ഇന്ന് ദാരിദ്ര്യ അവസ്ഥ വിട്ട് കുടുംബങ്ങൾ പുറത്തു വരണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന അബ്രഹാമിൻ്റെ സന്തതികൾ ഈ കേൾക്കുന്നവരായി തീരട്ടെ. ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ എല്ലാവർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും സാധുക്കൾക്കുള്ളത് സാധുക്കൾക്കും കൊടുക്കാൻ ഇവരുടെ കൈകൾ വളർന്നു വരട്ടെ. ഏപ്രിൽ മാസത്തിനകത്തത് സംഭവിക്കട്ടെ. എല്ലാ കടങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, സമൃദ്ധി വിളയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഒരു രൂപ പോലും ആശുപത്രിയിൽ കൊടുക്കാനിടയാകാതെ സമൃദ്ധിയിൽ നിറയട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു രൂപ പോലും ആശുപത്രിയിൽ കൊടുക്കാനിടയാകരുതെന്ന് പറയുമ്പോൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സങ്കടം വരും. കാരണം ഞങ്ങൾ ആശുപത്രി കൊണ്ടാണ് ജീവിക്കുന്നത്. ആമേൻ. എങ്കിലും നിങ്ങൾക്കുള്ളതൊക്കെ ദൈവം വേറെ കരുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ഇത് വിശ്വസിക്കുന്നവരെ കുറിച്ചാണ്. വിശ്വസിക്കാത്ത എത്രയോ പേര് ആശുപത്രിയിൽ വരും, അവർ വരട്ടെ. വിശ്വസിക്കുന്നവർ സൗഖ്യമുള്ളവരായി ജീവിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമുണ്ട്. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ ST കോളേജിൻ്റെ പടിഞ്ഞാറ് ഉള്ള പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. അടുത്ത തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന വീണ്ടും നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. പ്രാപിക്കാം, അനുഗ്രഹിക്കപ്പെടാം. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഒത്തിരി പേരോട് പറയണം. നിങ്ങളുടെ സാമ്പത്തിക കൈത്താങ്ങൽ ഞങ്ങൾക്ക് വേണം. യേശു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.